കാര്യസാധ്യത്തിനായി നടത്തുന്ന ഒരു സമരമുറയാണ് സത്യഗ്രഹം, നിരാഹാര സത്യഗ്രഹം. അതുപോലെ അത് കാര്യം സാധിച്ചെടുക്കുന്നത് വരെ നീളുന്ന സത്യഗ്രഹ സമരമുറകൾ ഇന്ന് വളരെയധികം നമ്മൾ കണ്ടുവരുന്നുണ്ട്. അനാവശ്യത്തിനും ആവശ്യത്തിനും ഒക്കെ ചെയ്യുന്ന നമ്മുടെ നേതാക്കന്മാരും തൊഴിലാളികളും വിദ്യാർത്ഥികളും അധ്യാപകരും എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇത് ചെയ്യുന്നുണ്ട്. അപ്പം ഈ സത്യാഗ്രഹം എന്നുള്ള ആ സമരം കണ്ട് നമ്മളെല്ലാം ആശ്ചര്യപ്പെട്ടു പോകും. ഇത് എന്താ കാര്യം, ഇതൊക്കെ പണ്ടും ഉണ്ടായിരുന്നോ എന്നൊക്കെ നമുക്ക് സംശയിക്കാം. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഈ ത്രേതായുഗത്തിൽ ഭരതനും തൻ്റെ ആവശ്യം നേടാൻ വേണ്ടി രാമൻ്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരുന്നുണ്ട് അല്ലേ? അദ്ദേഹം എന്തിനാണ് ഇരുന്നതെന്ന് വെച്ചാൽ, ഭരതൻ സത്യാഗ്രഹം ഇരുന്നത് നിരാഹാര സത്യാഗ്രഹം രാമനെ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ്. അപ്പം അതൊരു നല്ല കാര്യമാണ്. എങ്കിലും സത്യാഗ്രഹം എന്ന സമരമുറ അന്ന് തൊട്ടേ ലോകത്തുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ സത്യാഗ്രഹം ചെയ്ത ഭരതന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇന്ന് രാമായണത്തിൽ കേൾക്കാൻ പോകുന്നത്. ഭരതൻ രാമനോട് കേണപേക്ഷിച്ചു രാജ്യത്തേക്ക് തിരിച്ചു വരണം എന്നൊക്കെ. പക്ഷേ രാമനൊന്നും സമ്മതിച്ചില്ല. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തനുന്മത്തൻ വയോധികൻ രാജപാപം കൊണ്ടു രാജസമാനസൻ ചൊന്നവാക്യം ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവാൻ വാഴ്ക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താപിതാ നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കീൾ താതന സത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലോ മതി ഭീതി പൂണ്ടിടും അസത്യത്തിൽ മാനസേ എങ്കിൽ ഞാൻ വാഴ്വൻവനെ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക. സോദരനിത്തം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ താനോമരുൾ ചെയ്തു രാജ്യം നിനക്കും എനിക്കു വിഭീനവും പൂജ്യനാം താതൻ വിധിച്ചതു മുന്നമേ വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ കാനനത്തിന് അതരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യേവം ആത്മനി നിശ്ചയിച്ചന്തികെ ദർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു ബുക്കു ഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തദ്ബോധനാർത്ഥം നയനാന്ത സംജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയീസുതനോട് ചൊല്ലിനാൻ മൂഢനായിടുള്ള കേൾക്ക നീയെങ്കിലോ ഗൂഢമായോരു വൃത്താന്തം നൃപാത്മജ.
രാമനാകുന്നതു നാരായണൻ പരൻ താമരസോദ്ഭവനർത്ഥിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി. ഭോഗപ്രവരനാകുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിയുക വഴി പോലെ. രാവണനെ കൊൽവതിന്നു വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ധരാവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കൽ ഉള്ളാഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണപുരുഷാനുജ്ഞയ സത്വരം നീ രാജധാനിക്കു പോകമടിയാതെ. മന്ത്രികളോടും ജനനീ ജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരി ബുക്കു വസിക്ക നീ. വന്നിടും അഗ്രജൻ താനു മനോജനം ദേവിയും 7 സംവത്സരാവധൗ. രാവണൻ തന്നെ വധിച്ചു സപുത്രകം. ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു ഭക്ത്യാ രഘൂത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹുർനമസ്കൃത്വാ സസോദരം. പാദുകാം ദേഹി രാജേന്ദ്ര രാജ്യായത്തെ പാദബുദ്ധ്യാ മമ സേവിച്ചുകൊള്ളുവൻ. യാവത്തവാഗമനം ദേവദേവ മേ താവദേവാ നാരദം ഭജിച്ചിടുവൻ. ഇത്തം ഭരതോക്തി കേട്ടു രഘൂത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമ രത്നവിഭൂഷിത പാതുകാമുത്തമാങ്കേ ചേർത്തു രാമ നരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ ഉത്ഥായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗദം. മന്നൊദ്ദപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസമുഷസി ജ്വലിപ്പിച്ച വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചമ്പോട് ചൊല്ലിനാൻ. അങ്ങനെ തന്നെ ഒരന്തരമില്ലതീനങ്ങു ഞാനങ്ങു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു. ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും.